വാട്ട്സപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് കൊമ്പൻ്റെ ബോംബെ ആണ് ഗൈസ് ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊമ്പൻ്റെ കാളേനെ ഓടിച്ചു. അതേ ബസ് തന്നെയാണിത്, ഞാൻ ജസ്റ്റ് ലിവറി മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ ബസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കാളീൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ കൊമ്പൻ്റെ ബോംബെ. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണ്. നമുക്ക് ഗൈസ്, പിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ ടൂർ മോഡ് ഒന്നുമല്ല ഗൈസ് എടുത്തിരിക്കുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഒരു മാപ്പാണ് ഗൈസ്, അതും ചുരം കയറാനുള്ളതാണ്. കൊമ്പൻ്റെ ബോംബെ ആയിട്ടിന്ന് ചുരമാണ് ഗൈസ് കയറാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ബസ്സിലേക്ക് പോട്ടെ ഗൈസ്. ഇത് നമ്മളെ വീടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പം ഞാൻ സൈഡൊക്കെ ഒന്ന് നോക്കട്ടെ. ഇവിടെ തട്ടിയാൽ ലൈഫ് പോകാൻ ചാൻസ് ഉണ്ട്. ലൈഫല്ല, നമ്മളെ വണ്ടിക്ക് സ്പീഡ് കുറയും ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. അവിടെ നിന്ന് വണ്ടി ഓട്ടോറിക്ഷക്കാരൻ പോകുന്നുണ്ട്, അയാൾ പോട്ടെ, വലിയ നമുക്ക് പണി കിട്ടും ഗൈസ്. നമ്മളങ്ങനെ ഒടിച്ചൊടിച്ച് പോട്ടെ. നമ്മൾ ഗൈസ് റോട്ടുമ്മലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ഗൈസ്, ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് റോഡുണ്ട്, ആ വഴിക്കാണ് പോകേണ്ടത്. ഞാൻ ഇതൊരു പ്രാവശ്യം പോയ വഴിയാണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു മാപ്പാണ് ഗൈസ്. ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോൾ 100% ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഒരു 68-67. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് 900ൻ്റെ താഴെ എത്തിക്കാണ്ട് പോകാൻ പറ്റുമോ നോക്കാം. ഞാൻ ഏതായാലും ഇപ്പോൾ റൂട്ടുമ്മിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നുണ്ട്. സ്വിഫ്റ്റ് KSRTC ആണ് ഗൈസ് മുന്നിലുള്ളത്. മിക്കവാറും പണി കിട്ടും. ഞാൻ ഏതായാലും ഒന്ന് വേഗം പോട്ടെ, ഇല്ലേ മൂപ്പരാൾ എപ്പോഴാണ് വട്ടം ചാടുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതാ ഇവിടുന്ന് ഗൈസ്, നമുക്ക് ലെഫ്റ്റിലാണ് ഗൈസ് എടുക്കാനുള്ളത്. ഞാൻ പോയൊരു വഴിയാണ്, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത്, ഇവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല, നേരെ പോവാം. ഈ ഓട്ടോറിക്ഷക്കാരൻ വട്ടമ്മ കാണുന്ന അതി മൂപ്പരാൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതാ പോകുന്നു. നമ്മൾ ഇവിടുന്ന് റൈറ്റ്, ഇനിയാണ് ഗൈസ് നമ്മളെ ചുരം തുടങ്ങാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വളവ്, ചുരത്തിലേക്കുള്ള ആദ്യത്തെ വളവാണ്. ഇവിടെ നമുക്ക് ചുറ്റി പോകാനുണ്ട് ഗൈസ്, കുറേ പോകാനുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് ഗൈസ് നമുക്ക് വണ്ടി റെഡിക്ക് ഓടിക്കാനുണ്ട്. അപ്പം ഞാനേതായാലും നേരെ പോവുകയാണ്. ഏട്ടാ ഈ ഒരു സൈഡ് താങ്ക് യു. അയ്യോ എന്താടാ അത്, വണ്ടി ചരിഞ്ഞ് മലന്ന് നോക്കാണല്ലോ പോണേ. അവിടെ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതോ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. അവിടെ ഒരു എന്തോ ആക്സിഡൻ്റ് അങ്ങനെ എന്തോ സംഭവിച്ചാണെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, അവിടെ പാർക്കിംഗ് ആണ്, നട റോഡിലാണ് പാർക്കിംഗ് ഉണ്ടോ ചോദിച്ചത്. ഒരു ലോറി അവിടെ പാർക്ക് ചെയ്ത് വെച്ചാണ്. അയ്യോ തട്ടലേ ഗൈസ്. അയ്യോ മിറർ കണ്ടോ, ആ മിററൊക്കെ വെറുതെയാണ്, ഞാൻ കാണിച്ചു തരാം. മിക്കവാറും നമുക്ക് പോകുന്ന വഴിക്ക് ഒന്നുകൂടെ കാണാനുണ്ടാവും. പിന്നെ റിവേഴ്സ് എടുത്ത് പോകുന്നൊന്നുമില്ല. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നു, എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അവിടെ കുറേ ഉണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞതല്ലേ, ഫുള്ള് വളവാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി എവിടെ എത്താനാണ് ഈശ്വരത കൊണ്ട്. അവിടെ നോക്ക് ഗൈസ്, അതാ ഒരു മിറർ കണ്ടോ നിങ്ങൾ? അത് മിററാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്കതിലൊന്നും കാണുന്നില്ല. എടാ ഓട്ടോറിക്ഷേ, മുപ്പരാളെ വയ്യെ പതുക്കെ പോകുന്നതാണ് ഗൈസ് നല്ലത്. പക്ഷേ പതുക്കെ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അഥവാ അയാൾക്ക് അങ്ങ് ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ മിക്കവാറും ഞാൻ അയാളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തേക്ക് അയാൾ ഓവർടേക്ക് ചെയ്യുക. അതാണ് അയാളെ വയ്യെ പോയാലുള്ള പ്രശ്നം. അപ്പോൾ ആളില്ലാത്ത സ്ഥലത്തു നിന്ന് വേണം ഗൈസ് നമുക്ക് ഇയാളെ ഓവർടേക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരെ മിക്കവാറും ഇയാൾ നമ്മളെ വട്ടം തെറ്റിക്കും, ഉറപ്പാണ്. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടില്ല, വേമ്പട്ടെ. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് വന്നിട്ടുണ്ട്. നൈസായിട്ട് മുപ്പരടുത്ത് നിന്ന് സ്കൂട്ടായി വരുന്ന പോലെയാണ് ഗൈസ് നമുക്ക് വരേണ്ടത്. കാരണം ഈ വണ്ടി ഞാൻ വെച്ച് തട്ടിന്ന് നമുക്ക് സ്കൂട്ടായി വരുന്ന പോലെയാണ് വരേണ്ടത്. കാരണം എന്താ നിങ്ങൾക്കറിയാലോ, തട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിതാ കുറേ വളഞ്ഞ് ഇനിയിപ്പോൾ ഇപ്പോൾ എത്രാമത്തെയാ, ഇവിടെ നമ്പറൊന്നുമില്ല ഗൈസ്. അവിടെ നമ്പറൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് നമുക്ക് ഏതായാലും എത്താനുള്ള അടുത്ത് എത്തണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മാപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതോ ഞാൻ ഇവിടെ പോയിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. ആ മാപ്പിൽ ആണ് നമുക്ക് മാപ്പ് കാണുന്നത്, അല്ല ലൊക്കേഷൻ, നമ്മൾ പോകുന്ന വഴി കാണുന്നത്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഗൈസ്, നമ്മൾ കുറേ വളവ് ഇനിയും വളയാനും ഉണ്ട്, അതേപോലെ വളഞ്ഞ് വന്നതുമാണ്.
ആ ബ്ലൂ ആണ് ഗൈസ് നമുക്കിനി ഫോളോ ചെയ്യാനുള്ളത്. ഗൈസ് അതുകൊണ്ട് കുറേ വളവുണ്ട്. ഞാൻ ഏതൊക്കെയോ വളവ് വളഞ്ഞ് മേലോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഏതോ മലയാണ് നമ്മൾ ചുറ്റി ചുറ്റി കയറുന്നത്, ചുരം. കണ്ണാടിയൊക്കെ എന്തിനു വെച്ചത്? ഒരു വണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും കാണില്ല. പിന്നെ എന്തിനാ അത് അവിടെ കൊണ്ടുവച്ച് വെച്ചത്? അതും ഒരു എറിഞ്ഞാൾ ഗൈസ് അയ്യേ, മിററൊക്കെ വെറുതെ വെച്ചതാണ്. അതൊക്കെ ഫുള്ള് തട്ടിപ്പാണ് ഗൈസ്. അതാണ് ഒന്നാമത് ഗൈസ്. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട്, ഒന്നും കാണില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ എന്തിനാ അത് അവിടെ വെറുതെ കൊണ്ടുവക്കുന്നത്? അതിനെ വേറെ എവിടെയും കൊണ്ടുവച്ച് കുത്തിയിട്ടൂടെ? അതിനത് കാണാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് കാണുകയില്ല. പഴയ സാധനം ഏതോ ജാമ്പവാൻ്റെ കാലത്തുള്ളതാണ്. ഫുള്ള് മങ്ങിപ്പോയി അതിൻ്റെ മുകളിലുള്ളത്. അയ്യോ, കയറില്ലേ? കയറട്ടടാ. എന്തുവാടേ? ഇവിടെ നിന്ന് അങ്ങനെ താഴെ പോയാൽ ചാവൂ. ടെസ്റ്റ് ചെയ്യുന്നില്ല. പോട്ടെ വള. അയ്യോ പോട്ടെ. റൈറ്റ്. അയ്യോ, ഞാൻ മതിലിൻ്റെ മുകളിലേക്കൊക്കെയാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഒടിഞ്ഞ് നമുക്ക് കുറേ പോകാനുണ്ട് ഗൈസ്. നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്നെങ്കിലും ഒരു ചായ കുടിക്കാം. നമുക്കൊരു ടീ ഷോപ്പിൽ നിർത്താം. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് ഒടി. ഇവിടെ നിന്ന് ഗൈസ് ഇപ്പോൾ വണ്ടിയൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും അത് മതി. അതോ പോണ് പറഞ്ഞു നിർത്തില്ല, പറഞ്ഞു കഴിഞ്ഞില്ല. അതിൻ്റെ മുമ്പത്തേക്ക് ഇത് നമ്മളെ മുന്നിൽ കൂടെ എടുത്താണ്. മുന്നിലും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. കരിനാക്ക് വളച്ചൊന്നും പറയണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഏതായാലും മുന്നിലതുകൊണ്ട് ഒരുത്തൻ പോകുന്നുണ്ട്. ഓനെ പിടിക്കാൻ കിട്ടുമോ നോക്കാം. ഓനെ പിടിച്ചാൽ നമുക്ക് ഒന്നുമില്ല, എന്നാലും ഒരു രസമല്ലേ നമുക്ക് അങ്ങനെ വണ്ടി ഓടിക്കാം. അയ്യോ ഗൈസ് 19ാമത്തെ വളവാണിത്. കണ്ടോ? നിങ്ങളവിടെ കണ്ടോ? ഞാൻ കണ്ടു. അപ്പോൾ നമുക്ക് 19ാമത്തെ വളവാണിത്. അപ്പോൾ നമുക്ക് മുന്നോട്ട്. ഇയാളെ ഞാനൊന്ന് കൊല്ലു. നിൽക്കടാ അവിടെ. ഞാൻ പോയാൽ മതി. എങ്ങോട്ടാ ധൃതി പിടിച്ചു ഗൈസ്. അവൻ്റെ ചെറിയ വണ്ടിയാണ്, അതുകൊണ്ട് വളവൊക്കെ പെട്ടെന്ന് വളയ്ക്കുക. എനിക്കത് അങ്ങനെയല്ല. ബസ്സാണ്, ബസ്. അതും സാധാ ബസ്സൊന്നുമല്ല, നമ്മളെ കൊമ്പൻ്റെ ബസ്സാണ്. നമുക്ക് ഇവിടെ ചായ അടിക്കാൻ സ്ഥലമുണ്ടോ? ഇവിടെ ബസ് നിർത്തിയിട്ടുള്ള സ്ഥലമല്ലടാ. അപ്പോൾ ഞാൻ ഏതായാലും പോവാണ്. അവിടെ ബസ് നിർത്തിയിടാനുള്ള സ്ഥലമില്ല. ഇവിടെ സ്ഥലം ഇത് പാനിപ്പൂരി വെക്കുന്ന പീടിയാണെന്ന് തോന്നുന്നു. ഇവിടെ മേലെ ഒരു സ്ഥലം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഏതായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത്. അയ്യോ പോവല്ലേ. ഞാൻ കൊക്കെ പോയി. ക്യാമറമാൻ്റെ എവിടെ? അയ്യോ ഗൈസ്, ഞാൻ കൊക്കെ പോയി. അയ്യോ, ദോ പോണ്. നിൽക്കടാ അവിടെ. ഇങ്ങോട്ട് കഴിഞ്ഞ് പോകുന്നത്. മിക്കവാറും ഞാനിത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഞാൻ വീഡിയോ തന്നെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യില്ല. എവിടെ എത്തി ഇതേടോ? ഞാനിപ്പോൾ എങ്ങനെയാടാ മേലോട്ട് കയറുക? അങ്ങനെ കയറാൻ പറ്റില്ല. ഗൈസ് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് അങ്ങനെ കയറുന്നില്ല. ഞാൻ ഏതായാലും താഴോട്ട് പോയോട്ടെ ഗൈസ്. നമ്മളേതായാലും ചുരല്ലേ കയറുന്നത്. താഴെ റോഡ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. റോഡ് എവിടെടാ? റോഡ് കാണുന്നില്ലടാ. വഴി എവിടെ? അയ്യോ, ക്യാമറ മാറ്റടാ. ഇതെന്തിനാ? അവിടെയാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി കയറണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് വലത്തോട്ട് ഓടിച്ച് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കൊക്കെ പോയി ഗൈസ്. അയ്യോ ഞാനത് സ്വന്തം കൺട്രോളിൽ ഇങ്ങനെ ഗൈസ്, ഞാൻ സ്റ്റിയറിങ് ഓടിച്ച് അതേപോലെ ഞാൻ എൻ്റെ ഫിംഗർ കൊണ്ട് തന്നെ തിരിച്ചതായിരുന്നു. അത് റിലീസ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് വരുമായിരുന്നു. പക്ഷേ ഞാൻ എന്തിനാണെന്നറിയില്ല, വെറുതെ എൻ്റെ ഒരു ഇതിന് വേണ്ടി തിരിച്ചതാണ്. നേരെ കൊക്കയിലേക്ക് പോയി. ഇതിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകാം? നമുക്ക് തോട്ടത്തിൽ കൂടെ അങ്ങോട്ട് കയറ്റാം. ഇത് കാപ്പിത്തോട്ടമാണോ ഗൈസ്? ഒന്നുമില്ല, എൻ്റെ കയ്യിലൊരു പെന്ന് വേണമാണ്. കാപ്പിത്തോട്ടമാണോ അതോ ചായത്തോട്ടമാണോ എന്നറിയില്ല. എന്തോ ഒരു തോട്ടമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നശിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനെന്തായാലും എൻ്റെ സ്റ്റിയറിങ് ഞാനങ്ങനെ പിടിച്ച് അടുത്ത പീടികയിലേക്ക് ഞാൻ ഏതായാലും സ്റ്റിയറിങ് റിലീസ് അങ്ങ് ഇടുകയാണ്. പിന്നെയും പോവും. നമ്മൾ ഇവിടെ നിന്നാണോ ഗൈസ് താഴോട്ട് പോയതല്ല, നമ്മൾ അതുകൊണ്ട് അപ്പുറത്തു നിന്നാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ വളച്ച് അതേപോലെ ഇങ്ങോട്ട് വളച്ചത്. പോവല്ലേ മോനെ. എത്ര പ്രാവശ്യം മതിലൊക്കെ അവിടെ കയറുന്നു. ഇത് എങ്ങോട്ടാണ് പോകുന്നത് ബസ്? ഗൈസ് ചൊരായതുകൊണ്ടാണോ എന്നറിയില്ല. സ്റ്റിയറിങ് ഗൈസ് ഒന്നാമത് നമ്മളെ ബസ് എയറിലാണ് പോകുന്നത്. അതാണ് കാരണം. എന്താ വെച്ചാൽ ചാടുമ്പോൾ നമ്മളെ ടയർ മുന്നിലത്തെ പോകുന്നത്. അപ്പോൾ ടയർ നിലത്ത് തട്ടാത്തത് കൊണ്ട് ബസ് അങ്ങോട്ട് വളയൂല. പെട്ടെന്നൊക്കെ അങ്ങോട്ട് ഗൈസ് നിലത്തെത്തുമ്പോൾ ഒറ്റ വളയലാണ്. അപ്പോൾ ബസ് പെട്ടെന്ന് സ്പീഡ് കുറയും. അങ്ങനെ കുറേ പ്രശ്നമുണ്ട്.
അതാണ് ഞാൻ ചുരം അങ്ങനെ ഓടിക്കാത്തത്. ചുരം എനിക്കിഷ്ടമാണ് ഗൈസ്. പക്ഷേ നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു കാറ് കൊണ്ടുവരാം ഗൈസ്. നമുക്ക് ബുഗാട്ടി തന്നെ ഇറക്കാം. നമ്മൾ അടുത്ത വീഡിയോയിൽ ബുഗാട്ടി കൊണ്ടുവരുന്നതാണ് ഗൈസ്. അതിനു മുമ്പ് ഈ ചുരം കയറിയതുപോലെ ഇറങ്ങാനുള്ളൊരു വീഡിയോ ഉണ്ട് നമുക്ക് ചെയ്യാൻ. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് കാളിയൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട്. അതേപോലെ യോദ്ധാവിൻ്റെത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞെന്നാണ്. അല്ല എന്തോ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞാനത് ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ബുഗാട്ടി ഓടിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ കാലം മുന്നുള്ളൊരു വീഡിയോയിൽ നമ്മൾ പാട്ടിടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്നാൽ നമുക്ക് ഞാൻ ഇതിഹാസം എന്ന് പറഞ്ഞ ബസ് ഓടിച്ചപ്പോൾ അതിൽ കോപ്പിറൈറ്റ് അടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം ഗൈസ്. ഞാൻ അവിടെ ഒരു ചായപ്പീടിയ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് എടുത്ത് റിവേഴ്സ് അടിച്ച് അവിടെ വെക്കാം. നമുക്ക് പോകുമ്പോൾ നേരെ പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ ഏതായാലും വണ്ടി ഒന്നും ഇവിടെ പാർക്ക് ചെയ്തിടട്ടെ. ഞാൻ ഏതായാലും വീഡിയോ ഒന്നും കട്ട് ചെയ്യുന്നില്ല. നമുക്ക് പാർക്ക് ചെയ്യുന്നതോടെ അങ്ങോട്ട് എടുക്കാം. ഇനി റിവേഴ്സ് ഇതൊന്നിൻ്റെ മുകളിലാണല്ലേ. അവിടെ ഞാൻ വിചാരിച്ചത് രണ്ടും ഒന്നാണെന്ന്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ലെഫ്റ്റ് കാണുന്ന ഈ ഗ്യാപ്പ് ഉണ്ടോ? ഒന്നുമില്ല. അത് സംഭവം എന്താ വെച്ചാൽ നമുക്ക് 2 ട്രാക്ക് ഉണ്ടല്ലോ ബസ്സൊക്കെ. അത് ഞാൻ രണ്ടും കൂടെ ഒന്നാണെന്നാണ് വിചാരിച്ചത്. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യനൊന്നും ചോദിക്കല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ അറിയില്ല എന്നല്ല, എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ കേസ്. അപ്പം ഞാൻ അടിയിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. നമുക്കിനി പോയി ഒരു ചായ കുടിക്കുന്നുണ്ട്. ഇങ്ങോട്ടാ കയ്യും കെട്ടിയൊക്കെ നിൽക്കുന്നു. അങ്ങോട്ട് മൂപ്പരാൾ കയ്യും കെട്ടിയൊക്കെ നിൽക്കുകയാണ്. ഇവിടെ എന്താ ബസ് സ്റ്റോപ്പ്? അവിടെ പോടാ. ഇതല്ലടാ, താഴെയാണ് കേസ് നമ്മളെ പീഡിയ. ഇനി അഥവാ ഞാൻ ബസ്സിൽ നിന്ന് നോക്കിയതുകൊണ്ട് ഇതിനകത്തൊരു പീഡിയല്ല വല്ല വീടും അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഞാൻ ഇവിടം വരെ ഓടി വന്നത് വെറുതെ ആവില്ലേ ഗൈസ്. ഇവിടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു വീടാണ്. നമുക്ക് അവിടെ താഴെ ഒരു പീഡിയ കണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ നോക്കി വെച്ചത്. നേരത്തെ ഞാൻ കണ്ണാടി കൂടെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. മിക്കവാറും വല്ല തട്ടുകടയെങ്കിലും ആയാൽ മതി. ഗൈസ് ഒരു പെട്ടിപ്പീടിയാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു ചായ കുടിക്കട്ടെ ഗൈസ്. അങ്ങനെ ഒരു ചായ ഒക്കെ കഴിഞ്ഞതാ ഞാനിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി. വണ്ടി തട്ടിയ ഹോസ്പിറ്റലൊക്കെ പോകണം. പ്രശ്നമൊന്നുമില്ല. വണ്ടി അവിടെ അങ്ങ് പോകണമല്ലേ. നമുക്ക് ഈ വഴി എടുത്താലോ? വേണ്ട, ആ വഴി പോയാൽ മിക്കവാറും അവിടെ കുടുങ്ങിയാലോ. നല്ല ഒന്ന് പോയൊക്കെ കഴിച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വല്ല ആവശ്യമുണ്ടോ ഇങ്ങോട്ടെങ്ങാൻ വരണ്ട. ചാടറ മര്യാദയ്ക്ക് ചാടി കയറിക്കും. ആരാനോട് താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞേ? എടാ കാട്ടും കുറ്റിയിൽ കല്ലടാ. നേരെ പോടാ. ഇയാളിത് ഇങ്ങോട്ടാ പോന്നേ? നേരെ നോക്കി ഓടറാ. ഇയാളെ ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഉറപ്പാണ്. ഓട്ടോറിക്ഷ സൈഡൊന്നു. ഇതാണ് നമ്മളെ വണ്ടി കൊമ്പൻ. നിൽക്കടാ അവിടെ. ഇതാണ് നമ്മളെ കൊമ്പൻ ബോംബെ. അടിപൊളി സെറ്റപ്പാക്കി നമ്മൾ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളേതായാലും വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. എൻ്റെ ഫസ്റ്റ് ഗിയർ അവിടെ? ഫസ്റ്റ് അവിടെ? ഞാൻ എന്തൊക്കെ അവിടെ പിടിച്ച് നിൽക്കുന്നേ? റിവേഴ്സ് അല്ലടാ, ഫസ്റ്റ് ഗിയർ ഇടറാ. അങ്ങനെ ഫസ്റ്റൊക്കെ ഇട്ട് ഞാൻ മുന്നോട്ട് എടുത്തുണ്ട് വണ്ടി. ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ വൈപ്പർ ഇടാൻ മടിയാണ്. കാരണം വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ വൈപ്പർ ഓഫാക്കിയിട്ടാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. കണ്ണ് കാണാണ്ട് എവിടെയും പോയി ഇടിക്കാണ്ട് എന്നാൽ രക്ഷപ്പെട്ട്. ശരിക്കും വൈപ്പർ ഇട്ടങ്ങ് പോയാൽ മതി. എന്നാലും വൈപ്പർ ഇടണ്ട, അതാണ് ഒരിത്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടെത്തിയൊന്നും കാണുന്നില്ല അല്ലേ ഗൈസ്? നമുക്ക് വൈപ്പർ അങ്ങ് ഇട്ടാലോ? ഇടണോ? എനിക്ക് തോന്നുന്നത് ഇടാമെന്നാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തട്ടെ ഗൈസ്. നമുക്കൊരു സാഹചര്യത്തിലങ്ങ് ഇടാം. അപ്പോൾ ഇവിടെ ഗൈസ് ഫുള്ള് കൃഷി ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഏതായാലും ആ കൃഷീൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല. എന്തിനീ കർഷകർ തൊഴിലാളികളുടെ അടുത്തുനിന്ന് അടി കിട്ടാനോ? അപ്പം ഞാൻ വൈപ്പർ അങ്ങോട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല വൈപ്പർ ഇട്ടിട്ട്. എന്നാലും ഇടാണ്ട് പോകുന്നതായാലും നല്ലതെന്നല്ല എനിക്കിഷ്ടം. ഇനിയിപ്പോൾ അഥവാ ഇടാണ്ട് പോയാൽ തന്നെ വല്ല ആശുപത്രിയിലും പോയി കയറണം. അതുകൊണ്ട് ഞാൻ വൈപ്പറൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ കാറ് മാറി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫോർച്യൂണറാണെന്ന് തോന്നുന്നു ഗൈസാണ് പോകുന്നത്. അതെ ഗൈസ്, ഫോർച്യൂണറാണ്.
എടാ ഇവിടെ ഞാൻ ഓവർടേക്ക് എടാ മാറടാ, ഞാൻ സൈഡ് കൂടി അങ്ങോട്ട് എടാ തട്ടല്ലേ, തട്ടിയോ? ഇല്ല ഗൈസ് തട്ടിക്കില്ല. അപ്പം ഞാൻ സൈഡ് കൂടെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വന്നിട്ട് നേരെ പോയിട്ട് ഇപ്പോൾ ഗൈസ് ഈ വഴി കണ്ടോ നിങ്ങൾ? ജസ്റ്റ് ഞാൻ മാറ്റിത്തരാം. അതാ ഈ വഴി കണ്ടോ? നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വഴി കൂടി ആയിരിക്കും പോകുന്നത്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഗൈസ് 1 വേ ആണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകാത്തത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ്. അന്നപ്പോഴായിരിക്കും ഗൈസ് നമ്മൾ അതുവഴി വരുന്നത്. കാരണം അത് 1 വേ ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മിക്കവാറും ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഗൈസ് ഇത് ഞാൻ ഇന്ന് ഡെസ്റ്റിനേഷൻ വരെ ഈ ഒരു വീഡിയോ, പിന്നെ ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും, ഇതിൻ്റെ റിട്ടേൺ. അപ്പോൾ ഇത് ചുരം ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ ചുരം ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ വഴി കൂടെ ഗൈസ് തിരിച്ച് വരാം. കാരണം ഈ വഴിയൊക്കെ നിങ്ങൾ ചുരം കയറുന്നപ്പോൾ കാണുന്നതാണല്ലോ, അതേപോലെ ആ വഴി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ആ വഴി കൂടെയാണ് ഗൈസ് തിരിച്ച് വരുമ്പോൾ നമ്മൾ വരുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോന് വേണ്ടി കാത്തിരിക്കുക. ഉടനെ തന്നെ ഉണ്ടാവും ഗൈസ്. മേ ബി ഒരു 5-6 ദിവസം മാത്രം ഉണ്ടാവും. കാരണം നമുക്ക് കാളിയൻ ഓടിക്കാനുണ്ട്, അതിൻ്റെ മുന്നേ യോദ്ധാവ് ഓടിക്കാനുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം യോദ്ധാവിനെ ഓടിച്ചിട്ട് കാളിയനെ ഓടിച്ചിട്ട് നമുക്ക് മറ്റേത് ഓടിക്കുക. ഇത് ആ വഴി കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ചുരമൊക്കെ കയറി പോകുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് കാണിച്ചു തരാം നമുക്ക് തിരിച്ച് വരാനുള്ള വഴി. പക്ഷെ നമ്മൾ അതിലൂടെ വരുന്നുമില്ല, കാരണം നമുക്ക് അടുത്ത വീഡിയോയിൽ വരണം. അതുമല്ല ഈ വീഡിയോ ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ 16 മിനിറ്റ് 17 മിനിറ്റ് ആയി ഗൈസ്. അപ്പോൾ ഇനി അങ്ങനെ വൈകുകയാണെങ്കിൽ ലോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അടുത്ത വീഡിയോയിൽ അതിലൂടെ വരുന്നതാണ്. നമ്മളെ ചുരം കയറൽ കഴിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്. മേ ബി നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായി എനിക്ക് തോന്നുന്നു ഗൈസ്. എത്താനായോ ഗൈസ്? ഇല്ല, നമുക്ക് കുറച്ചുകൂടെയും പോകാനുണ്ട്. നേരെ പോവുകയാണ്. അധികം ചുരമൊന്നും ഇപ്പോൾ ഇല്ല ഗൈസ്. ഞാൻ നേരെയാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ മാപ്പിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആണ് കാണിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഗൈസ് അതാണത്. ഞാൻ വിചാരിച്ച തട്ടീന്ന് കേട്ടോ ഗൈസ്. പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ എന്തോ വിചാരിച്ചിരുന്നു ഗൈസ്, അത് മറന്നുപോയി. കുഴപ്പമില്ല. ഏതായാലും നമുക്ക് ഗൈസ് ഈ വഴി കണ്ടോ? ഇത് ചെറിയൊരു വഴിയാണ് ഗൈസ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ലേ. ഞാൻ മാപ്പ് കാണിച്ചു തരാം ഗൈസ്. അടിയിൽ കൂടെ യു പോലെ പോകുന്നുണ്ട് ഗൈസ്, അതാണ് ആ മാപ്പ്. അതിലൂടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. നമുക്ക് ഏതായാലും ഇതിലൂടെ ഡയറക്റ്റ് പോകുന്നതാണ് നല്ലത്. കാരണം അത് അത്ര നല്ല റോഡൊന്നും അല്ല ഗൈസ്. ഏതായാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ അതിലൂടെയാണ് വരാനുള്ളത്. ഇതിലൂടെയല്ല, ഈ വഴി കൂടി അല്ല ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാനുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇനിയും പോകാനുണ്ട്. നമുക്കിതാ ഈ വഴി എവിടെയാണ് എത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇതാ ഗൈസ്, ഇവിടുന്ന് മേലെ നിന്ന് റോഡ് വരുന്ന കണ്ടോ? ആ റോഡിലേക്കാണ് ഗൈസ് ആ വഴി എത്തുന്നത്. അപ്പം ഞാൻ അതിലൂടെ പോയിട്ടേ വെറുതെ ലോങ് ആവുകയുള്ളൂ, അതാണ് ഞാൻ പോവാത്തത്. ഇനി പോകണമെന്ന് ഗൈസ് അത് വെറുതെയാണ് ഗൈസ്, പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ പോകാനുള്ളതാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് ഗൈസ് പോകാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഏകദേശം ഇതേപോലെയൊക്കെയുള്ള വഴിയാണ് ഗൈസ് അതും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കണം ഗൈസ്. വീട് തട്ടുമോ? ഇല്ല, തട്ടത്തില്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. ഇല്ല ഗൈസ്, തട്ടില്ല. പോട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നമ്മളടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും ഗൈസ്. എല്ലാവരും കാണണം. അത് അടിപൊളി മാപ്പാണ്. ഞാൻ പോയ മാപ്പാണ് ഗൈസ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. നല്ല അടിപൊളി റൂട്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും നോക്കുക. അപ്പോൾ നമ്മൾ ആ വഴി എവിടെയാണ് എത്തുന്നതെന്നല്ലേ ഗൈസ്. അവിടെ ഞാൻ മാപ്പിൽ കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ എത്തിയിട്ട് നിർത്താം ഗൈസ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഗൈസ് ഇവിടെ വലിയൊരു ഗൈസ് നമുക്ക് ഇവിടെ നിർത്തണം ഗൈസ്. ഈ വഴി കണ്ടോ? നമ്മളെ ആ മാപ്പ് ഗൈസ് ഇവിടെയാണ് എത്തുന്നത്. ഇതുണ്ടോ? കുറേ അങ്ങ് പോകാണ്ട് ഗൈസ്, ചുറ്റി. അപ്പോൾ അത് കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ വഴി വേണം അടുത്ത വീഡിയോയിൽ പോകാൻ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോന് വേണ്ടി കാത്തിരുന്നേ പറ്റൂ ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ച് ഇടുമ്പോൾ ഭയങ്കര ലാഗ് അടിക്കും. അതുമല്ല പെട്ടെന്ന് ഇടുമ്പോൾ വെറുതെ കണ്ടൻ്റ് ഒന്നും ഇടാൻ പറ്റില്ല ഗൈസ്. കാരണം നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഗൈസ് 2-3 ദിവസമൊക്കെ വൈകുന്നത്.
നമുക്ക് ഇവിടുന്ന് റൈറ്റാണ് ഗൈസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബസ് പോയിട്ട് ഉണ്ടോ ഗൈസ്, അവിടെയാണ് നമുക്ക് വണ്ടി നിർത്താനുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് ഗൈസ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ആ വഴി കൂടെ പോകുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.